പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധിപ്പകർപ്പ് കിട്ടിയാൽ ഉടൻ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ അറിയിച്ചു. 5 വർഷം തടവ് ശിക്ഷ കിട്ടിയവരുടെ ശിക്ഷ റദ്ദാക്കി അപ്പീലിന്മേൽ വാദം കേൾക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. അപ്പീൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അപ്പീൽ ഇവിടെ നിന്ന് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യാനും ജാമ്യമെടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. 5 വർഷം എന്നുള്ളതുകൊണ്ട് അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ സംസാരിക്കുകയായിരുന്നു. വിധിക്കെതിരെ അപ്പീൽ നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ 5 വർഷം ശിക്ഷ വിധിച്ചവരുടെ കാര്യത്തിൽ മേൽക്കോടതിയെ പോയി ശിക്ഷ റദ്ദാക്കാനോ ശിക്ഷ സ്റ്റേ ചെയ്യാനോ ഒക്കെയുള്ള നടപടിയിലേക്ക് കടക്കും. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കല്യാട്ടൊന്ന് ചേരുന്നുണ്ട്. അരുൺ, അവിടെ വലിയ സുരക്ഷാ വലയത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ തന്നെ അത്തരം ദൃശ്യങ്ങൾ കണ്ടിരുന്നു. പ്രകടനമൊക്കെ വിലക്കിയിട്ടുണ്ട്. എന്താണ് ഒരു പൊതുവായ സാഹചര്യം? പോലീസ് എത്രത്തോളം വലിയ ജാഗ്രതയിലാണ് ആ മേഖലയിലും പരിസര പ്രദേശങ്ങളിലും, കാസർഗോഡ് ജില്ല പൊതുവെയും അല്ലേ? വിജയകുമാർ, വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ശിക്ഷാവിധി എറണാകുളത്തെ CBI കോടതിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഇവിടെ ഈ കല്ലോട്ട് ഉണ്ടായത്. ഈ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വൈകാരികമായ മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നമുക്ക് പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം കാണാം. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒഴുകിയെത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അത്രത്തോളം വൈകാരികമായിട്ടുള്ള അങ്ങനെയാണ് അവർ അതിനെ സമീപിക്കുന്നത്. ഇതിൽ പ്രകടനം സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പൊതു പരിപാടികൾക്കൊക്കെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 160 പോലീസ് ഈ കല്ലോട്ട് അങ്ങാടിയിൽ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃപേഷിൻ്റെ മാതാവ് ഇവിടെയുണ്ട്. നമുക്ക് അവരോട് കൂടി അമ്മ, ഈ വിധിയിൽ തൃപ്തിയാണോ? ഇപ്പോൾ ഈ 10 പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ട്. അതിൽ അപ്പീൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുടുംബവും അങ്ങനെ എല്ലാവരും തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകും. എന്താണ് ഉള്ളത്? സന്തോഷമുണ്ട്. ഇപ്പം വെറുതെ വിട്ടവർക്കും എതിരെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ജബി മേത്തർ കൂടി നമ്മോട് ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിധി? വൈകാരികമായാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അതിനെ സമീപിച്ചത്. എന്താണ്? ആശ്വാസകരമായ വിധി തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 6 വർഷം ഒരു ഹൃദയം നുറുങ്ങുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ കുടുംബവും ഈ കൃപേഷിനെയും ശരത്ലാലിനെയും സ്നേഹിക്കുന്ന ഈ നാടും കേരളം ഒട്ടാകെ തന്നെ. അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മമാരോടൊപ്പം തന്നെയാണ് കേരളത്തിലെ അമ്മമാർ നിലകൊണ്ടത്. അവരുടെ പ്രാർത്ഥനകളും അവരുടെ മനസ്സുരുകി നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനകൾ എല്ലാവർക്കും ഇവരുടെ ഈ കുടുംബത്തിനോടൊപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു വിധി ആശ്വാസകരം തന്നെയാണ്. തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ തുടരും. കാരണം ഇതിലെ ഏറ്റവും അവസാന നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടങ്ങൾ തുടരും. വിജയകുമാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിയമ പോരാട്ടം എന്തായാലും തുടരും എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അത് 2 കാര്യങ്ങളാണ്. 10 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ നിയമ പോരാട്ടം, അതായത് മേൽക്കോടതിയിൽ അപ്പീൽ പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ ഗൂഢാലോചന, അതായത് ക്രിമിനൽ ഗൂഢാലോചനയിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പങ്കുണ്ട്. KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ. പക്ഷേ ഈ ഗൂഢാലോചന കുറ്റം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അവർ ജയിലിലേക്ക് പോകുന്നു എന്നതിൽ ഇവർ ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പോലും. കുറച്ചുകൂടി കനത്ത ശിക്ഷ അവർക്ക് ഉണ്ടാകണമെന്ന അഭിപ്രായം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം കുടുംബത്തിനുണ്ട്. അതിലും അപ്പീൽ പോകുമെന്ന് ഇപ്പോൾ ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. സ്വാഭാവികമായും പോലീസിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഈ പെരിയ കല്ലോട്ട് മേഖല, പൊതുവെ കാസർഗോഡ് ജില്ലയാകെയുള്ളത്. നേരത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ
എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ്റെ കാഞ്ഞങ്ങാട്ടെ വീട്ടിലും പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്കോ അനിഷ്ട സംഭവങ്ങളിലേക്കോ പോയാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് കാസർഗോഡ് ജില്ലയിലാകെ പ്രത്യേകിച്ചും ഈ പെരിയ കല്ലോട്ട് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. പോലീസ് ഇത്തരത്തിലുള്ള പൊതു പരിപാടികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഈ പ്രകടനം നടത്തും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. അതിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പോലീസ് അതിനെ എങ്ങനെ നേരിടും, പോലീസ് എങ്ങനെ അതിനെ സമീപിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇവിടെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്, അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർ ഈ പ്രകടനം ഉൾപ്പെടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് മറ്റു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ളവരൊക്കെ നിറ കണ്ണുകളോട് അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകണം, അപ്പീൽ നൽകണം എന്നതിൽ കുടുംബാംഗങ്ങൾ ഏതാണ്ട് ഒരേ അഭിപ്രായം തന്നെയാണ്. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികളെന്നാണ് കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യതയൊക്കെ നിയമപരമായി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും സൂചിപ്പിക്കുന്നുണ്ട്. വിധി പൊതുവെ തൃപ്തികരമാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം അത് വധശിക്ഷയ്ക്ക് തൊട്ടു താഴെയുള്ള ഒരു ശിക്ഷയായി സാങ്കേതികമായി കണക്കാക്കാം. അതുകൊണ്ട് വിധി മോശമല്ല, പക്ഷേ വധശിക്ഷയാകാമായിരുന്നു എന്ന് പറയുന്നു, കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട്.